ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവേശിലുള്ള സകല വിശുദ്ധന്മാർക്കുമെന്നത് റോമർ, കൊരിന്ത്യർ, 1-2 ലേഖനങ്ങൾ, എഫേസ്യർ, കൊലോസ്യർ എന്നിവയിലെ സംബോധന പോലെ ഫിലിപ്പിയിലെ എല്ലാ സഭാംഗങ്ങളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പുറപ്പാട് പുസ്തകം 19-ന്റെ 5-6 വെളിപ്പെടുത്തുന്നത് പോലെ പഴയ നിയമത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട ഇസ്രായേൽ ദൈവത്തിന് വിശുദ്ധ ജനമായിരുന്നത് പോലെ സഭ മുഴുവനും വിശുദ്ധന്മാർ തന്നെ എന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവുമായുള്ള സജീവ ബന്ധത്തിൽ സഭ ജീവിക്കുമ്പോൾ വിശുദ്ധർ എന്നത് സഭയുടെ പര്യായവും ക്രിസ്തുവിൽ, യേശുവിൽ, കർത്താവിൽ, അവനിൽ എന്ന സംബോധനകൾ സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ശൈലികളാണ്. ക്രിസ്തുവുമായുള്ള സജീവ ബന്ധത്തിൽ സഭ ജീവിക്കുമ്പോൾ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന ശൈലികളും സ്വാതന്ത്ര്യവും സഭയ്ക്കും ഉപയോഗിക്കാം. പറവകൾക്ക് ആകാശവും മത്സ്യത്തിന് വെള്ളവും വൃക്ഷങ്ങൾക്ക് മണ്ണും നിലനിൽപ്പിന് ആധാരമായ അവശ്യ സാധനങ്ങൾ ആയിരിക്കുന്നത് പോലെ വിശ്വാസിയുടെ നിലനിൽപ്പിന് അനുപേക്ഷണമായ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നതുമായ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ധരിക്കുന്നവൻ മഹത്വത്തിൻ്റെ വസ്ത്രമാണ് അണിയുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന നാം അവനിലും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും അവൻ നമ്മിലും വസിക്കുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ വിശ്വാസിയെ ശക്തിയുടെയും കഴിവിൻ്റെയും പൂർണ്ണതയിലേക്ക് ഉയർത്തും. അത് ദൈവീകരണം അഥവാ തിയോസിസ് ആണ്. അപ്പോൾ പ്രതിബന്ധങ്ങളെയും കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഒരു സാത്താന്യ ശക്തികൾക്ക് നമ്മെ അടിമപ്പെടുത്തുവാനോ തോൽപ്പിക്കുവാനോ ക്ഷീണിപ്പിക്കുവാനോ ശക്തി ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. പാറക്കെട്ടുകളെയും ആഴിയെയും പേടിക്കാതെ അനന്തവിഹായസിൽ തേജസ്സോടെ ചിറകു വിരിച്ച് പിളർന്നിരിക്കുന്ന മൂർച്ചയുള്ള അഗ്നിയായി, ശത്രുവിൻ്റെ സകല ശക്തിയെയും ഭേദിച്ച് മുന്നേറുന്ന ശക്തിയായി, ഇരുട്ടിനെ തുളച്ചു കയറുന്ന വിളക്കായി, വെളിച്ചമായി, തിന്മയിൽ നിന്നും നന്മയിലേക്ക് തിരിക്കുന്ന പാമരമായി, വിശുദ്ധിയുടെ തികവിൽ ശാന്തമായി നാം നിലകൊള്ളും. യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധമാണ് നമ്മെ വിശുദ്ധന്മാരാക്കുന്നത്. ഉമിണ്ണു കളയപ്പെടുന്ന ശീതോഷ്ണവാൻ ആകാതെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വേർതിരിക്കപ്പെട്ട പുതിയ നിയമ ജനതയിലെ വിശുദ്ധിയുടെ നിറകുടമായി ശക്തിയോടെ ശോഭിച്ചുകൊള്ളുക. മകനെ, മകളെ, യേശു നിന്നെ വിളിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.